ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഏപ്രിൽ മാസ ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ ധനുരാശിക്കാർക്കുള്ള ഫലമാണ്. ധനുരാശിക്കാർക്ക് എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം, മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം കൂടി ചേരുന്ന ഉത്ര നക്ഷത്രക്കാർക്കുള്ള ഏപ്രിൽ മാസത്തെ ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തെ ഇവിടുത്തെ പൊതുവെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ജന്മത്തിൽ ശനിയും വ്യാഴവും കേതുവും, മൂന്നിൽ ബുധനും വ്യാഴവും, മൂന്നിൽ ബുധനും ശുക്രനും, നാലാമിടത്തിൽ സൂര്യനും, ആറാമിടത്തിൽ ചൊവ്വയും, ഏഴാമിടത്തിൽ രാഹുവുമാണ് നിൽക്കുന്നത്. പൊതുവെ ഗ്രഹസ്ഥിതി അത്രയ്ക്ക് നല്ലതല്ല. എങ്കിലും 12-ൽ നിന്നുള്ള വ്യാഴൻ മാറി ലഗ്നത്തിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു കുറച്ച് സമാധാനമാണ്. എന്നിരുന്നാലും ഇവർക്ക് ദോഷാധിക്യം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആപത്തുകളിൽ വന്ന് വീഴാതിരിക്കുക, അതുപോലെ തന്നെ പൊതുവെയുള്ള സമാധാനം നിലനിർത്തുക, അതുപോലെ തന്നെ വാക്കുകൾ പറയുമ്പോൾ ഓരോരോ വാക്കിനും ഓരോരോ അർത്ഥ ചുവടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ദോഷത്തെ ചെയ്യും. ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം കാണുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താനോ തനിക്ക് വേണ്ടപ്പെട്ടവർക്കോ വന്നിട്ട് എല്ലാ ആപത്തുകൾ വരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളിൽ അകൽച്ച വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ കലഹമുണ്ടാകുവാനും കലഹത്തോടുകൂടി കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പിരിയുവാനുമുള്ള സാധ്യതയെല്ലാം ഇപ്പോൾ കാണുന്നുണ്ട്. ദൈവാനുഗ്രഹക്കുറവ് ഉണ്ടെങ്കിലും മഹാവിഷ്ണുവിൻ്റെയും ശാസ്താവിൻ്റെങ്കിലും അഭയം പ്രാപിക്കുന്നത് പ്രകാരം ആ ദോഷത്തിനെല്ലാം കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് പാഴ്ചകൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പെട്ടെന്നുള്ള ഒരു വീഴ്ച മൂലം അസുഖത്തിൽ പെടുവാനും ദീർഘകാലം ചികിത്സയിലൂടെ കിടക്കുവാനുമുള്ള ഒരു അവസരം കൂടി ഇപ്പോഴുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. മഹാമൃത്യുഞ്ജയ ഹോമം ഭവനത്തിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉചിതമായിരിക്കും. അല്ലാത്ത പക്ഷം 3 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് മൂലം ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വാഹന തൊഴിലിൽ ബന്ധപ്പെട്ടുള്ളവർക്കും ദോഷകാലമാണ്. അത് വളരെ ശ്രദ്ധിക്കുവാനുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്ക്, പ്രധാനമായിട്ടും മിലിറ്ററി മേഖലകളിലും പോലീസ് ഇതിലും പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ദോഷസമയം തന്നെയാണ്. വളരെ ശ്രദ്ധിക്കുവാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിൽ അലസതയും എക്സാമിൽ മാർക്ക് കുറയുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. മഹാവിഷ്ണു ശ്രീരാമക്ഷേത്രത്തിൽ വിദ്യാസ്വത്വവും ഭാഗ്യസ്വത്വം എല്ലാം ചെയ്യുന്നത് പക്ഷം അതിൻ്റെ ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ ദോഷകരമായിട്ടുള്ള സമയം തന്നെയാണ്. മൂല നക്ഷത്രക്കാർക്കെല്ലാം ഗണപതിക്ക് കർഹമാരി നാളികേരം പൂജയും നടത്തുന്ന പകരം കുറച്ചൊരാശ്വാസം വരുന്നുണ്ട്. പൂരാട നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി, അതായത് ദുർഗാക്ഷേത്രത്തിലോ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ കാലത്ത് ചെയ്യുന്ന ഒരു സഹസ്രനാമർച്ചന കാലത്ത് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭാഗ്യസൂക്തം ചെയ്യുന്നതും എല്ലാം വളരെ ഉപകാരപ്രദമായി കാണുന്നുണ്ട്. അതുപോലെ ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവനെങ്കിൽ ധാരാവിളക്ക്, മാല എന്നിവ നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് മൂലം ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇവർക്ക് ഈ പ്രമാണത്തെ ഫലങ്ങൾ. നമസ്കാരം.